എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു എനർജിയുടെ ഒരു ഫ്ലോ നമ്മളിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള കുറെ മാർഗങ്ങളുണ്ട്, കുറെ ടിപ്സ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇതില് വ്യത്യാസങ്ങൾ വരും നമ്മുടെ ജീവിതത്തിലും. മനുഷ്യ മനസ്സുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു ടെക്നോളജിയാണ് സൗണ്ട് ഹീലിംഗ്. അത് ഒരു ടിബറ്റൻ പ്രൊഡക്റ്റ് ആണത്. അതായത് ടിബറ്റൻ ബുദ്ധ സന്യാസിമാര് അവരുടെ മനസ്സിനെ ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു അത്. അതിങ്ങനെ ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി. അപ്പൊ അത് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഞാനും പഠിച്ചു. അപ്പൊ ഇത് എല്ലാ ആളുകളിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളത് എനിക്ക് അന്നത്തെ ഒരു ഹീലിങ്ങോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു. പിന്നെ പഠിച്ചു. ഇപ്പൊ ഞാനൊരു ഹീലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഹീലിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതാണ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഈ ഞാനിത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മെറ്റൽ ബൗളുകൾ ഇതിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് നമ്മളിപ്പോ ഈ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? മിക്കവാറും ചില മൊബൈലുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശബ്ദം ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധ്യത വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ ചില 3D സൗണ്ടുകളൊക്കെ കേട്ടിട്ടില്ലേ, ഒരു 5D സൗണ്ടുകളൊക്കെ, അതൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കണം. ചെവിയിൽ മറ്റേ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണമായ ശബ്ദം മുഴുവൻ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഓക്കെ, പിന്നെ ഇതിലിപ്പോ പറയാൻ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മൈൻഡാണ് എല്ലാം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഉണ്ട് നമുക്ക്. ശരിക്കും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ബോഡി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആണാണെന്നുണ്ടെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ബോഡി ഉണ്ട് എല്ലാവർക്കും. അതുപോലെ തന്നെ ഒരു മനസ്സുണ്ട് എല്ലാവർക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു മനസ്സുണ്ട് നമുക്ക്. പിന്നെ ഒരു ആത്മാവ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയണത്. ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ ഇന്നവരെ ഇത് കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. കാരണം അത് ഒരു എനർജി ഇല്ലാതെ നമ്മൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ ആളുകളും പറയണത്. അപ്പൊ ആ ഒരു ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അങ്ങനെ ഒരു 3 ഘടകങ്ങളാണ് നമുക്ക് ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മളെ ഫുള്ള് ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ മനസ്സാണ്. ഓക്കെ, ഈ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുക. അതിനനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുക. പിന്നെ മനസ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് എന്ന് പറയുന്ന ആ സെൻസ് ചെയ്യണ ഓർഗനുകൾ. ഈ സെൻസ് ചെയ്യുന്ന ഓർഗനുകൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ടച്ച് ചെയ്യും, എന്തൊക്കെ ഫീൽ ചെയ്യും, ഇതൊക്കെയാണ് ബ്രെയിനിന് കൊടുക്കുന്നത്. അതാണ് ഈ മനസ്സിലേക്ക് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് 2 മൈൻഡാണ് ഉള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും ഒരു സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്കുള്ളത്. ഓക്കെ, ഇതിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ എല്ലാ വിറ്റൽ പ്രോഗ്രാമുകളും നടത്തുന്നത്. അതായത് നമ്മൾ ഈ ഹാർട്ട് ബീറ്റ്, വണ്ടി ഓടിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. പ്രോഗ്രാം ചെയ്ത് വെച്ചാണ് സാധനം പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ദഹനം, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കഴിവ് കൊണ്ടാണ്. ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണം തന്നെ പറയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഓക്കെ, ബാക്കി ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാനിപ്പോ ഈ പറഞ്ഞതില്?
പറയൂ, നമുക്ക് മുമ്പോട്ട് പോണ്ടേ? ജോസഫ് സാറ് ഓക്കെ ഓക്കെ. കാരണം എല്ലാവരും പറഞ്ഞാലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരാം. ഓക്കെ. അപ്പോ ഇതുവരെ നമ്മളിപ്പോ ക്ലിയർ ആയി. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഈ നമ്മളുടെ ആവശ്യമുള്ള കുറെ സാധനങ്ങൾ, ഇപ്പൊ നിങ്ങൾ വന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ പണം എങ്ങനെ നേടാം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ വന്ന് ആലോചിച്ചിട്ടാണ് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ പണം എന്ന് പറയുന്ന എനർജീനെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ. പണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ. അതായത് നമ്മള് ജനിക്കുന്നത്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് 3-ാമത്തെ മാസം മുതൽക്ക്, അതായത് നമ്മളുടെ 3-ാമത്തെ മാസം ആവുന്ന സമയത്ത്, അതായത് 60 days കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രത്തിൽ നമ്മൾ ഭ്രൂണമായി വരുന്നു. ഒരു 60 ദിവസം കടന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. അന്ന് മുതൽക്ക് തുടങ്ങുന്ന കാര്യങ്ങൾ, അമ്മയ്ക്ക് എന്ത് പറ്റുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, അമ്മ എന്തൊക്കെ കഴിക്കുന്നു, ഇതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്ത് വെക്കും. ക്ലിയർ അല്ലേ? ഹലോ. അമ്മ അന്ന് പറയണേ പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണം ഉണ്ടാവാൻ ബുദ്ധിമുട്ടായി. ഓക്കെ. അത് റെക്കോർഡ് ചെയ്തു. എന്ത്? പണം വരാൻ ബുദ്ധിമുട്ടാണ്. ആ സാധനത്തിനാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോണത്. ഓക്കെ. 7 ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പോണത് ആ ഒരു സാധനത്തിനാണ്. അപ്പൊ ഈ 7 ദിവസവും നമ്മൾ തരുന്ന ഓരോ എന്താ പറയാ കാര്യങ്ങൾ, പ്രവൃത്തി ചെയ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ വിത്തൗട്ട് ഡൗട്ട്, ഒരു ഡൗട്ടോ അല്ലെങ്കിൽ അതിനൊരു ചോദ്യം ചെയ്യാനായിട്ട് ഒരു ഇതോ ഇല്ലാതെ പൂർണ്ണമായ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ ആ ഒരു മെന്റലി എടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്യും അത്. ഓക്കെ. അങ്ങനെയാണ് ഇതില് മാറ്റങ്ങൾ നമുക്ക് വരിക. ഓക്കെ. നമുക്ക് അതില് ചില ഈ 7 ദിവസങ്ങളിൽ ഒന്നുമില്ല, നമുക്ക് ഇന്ന് ഒരു മെഡിറ്റേഷൻ കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഗൈൻ അതിങ്ങനെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു 7-ാമത്തെ ദിവസം നമ്മൾ ഹീൽ ചെയ്ത് കളയും. ആ ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് കളയുകയും ചെയ്യാം. ഓക്കെ. വാട്ട് യു തിങ്ക് ആൻഡ് വാട്ട് യു ഫീൽ ദാറ്റ് വിൽ അട്രാക്ട് യു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നോ, ആ ഒരു കാര്യമാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുക. നിങ്ങൾ പണത്തിനെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിനോട് നിങ്ങൾക്ക് ഒരു ദേഷ്യം, അല്ലെങ്കിൽ പണത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നുണ്ടോ, എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഫീലാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. പിന്നെ ഓക്കെ.
അപ്പൊ ഈ പറയുന്ന ഈ ഫീലുകളൊക്കെ നിങ്ങൾ എടുത്തു കളയണം. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ പണക്കാരൊക്കെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോ അവരെന്തോ കള്ളത്തരത്തിലാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവര് വല്ല കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഒരു തോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളയാം മനസ്സിൽ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നമ്മുടെ ഇവിടെ വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പ്രശ്നം കാരണം കൊണ്ടാണ് ഇവിടെയുള്ള ദുരിതം മുഴുവൻ ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയണം. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇപ്പം മുതൽക്ക് നിങ്ങൾ പണത്തിന് നല്ലത് കുറിച്ച് ചിന്തിക്കുക. പണത്തിനെ കുറിച്ച്, പണം നല്ലതാണ്. ചെറുപ്പത്തിൽ നമ്മളെ പലരും പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്ന ഒരു സംഭവമാണ് പണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദോഷം ഉണ്ടാക്കുന്നത്. ആരെങ്കിലും അതുപോലെ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. ഓക്കെ, സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ. അതെ അതെ. അങ്ങനെ നമ്മളെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പണം നിങ്ങളുടെക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ നോക്കവര്. പണം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പണം ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. പണം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐസ്ക്രീം വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കണം, പണം ഉണ്ടെങ്കിലല്ലേ സംഗതി നടക്കുള്ളൂ. അതല്ലാണ്ട് നമ്മള് പണം ഇല്ലാതെ നമ്മൾ വെറുതെ കുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ക്ലിയർ അല്ലേ? നമ്മൾ ഇനി പണത്തിനെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ചിന്തകളും കൊടുക്കരുത്. പണം നമ്മുടെ ഒരു സുഹൃത്താണ്. ഓക്കെ, പണം ഇനി നമ്മുടെ സുഹൃത്താണ്. പണക്കാരായ ആളുകൾ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. ഏത് പണക്കാരാണ് അവര് നല്ല പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ അവർ പണം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിൽ പറയണം. ഓക്കെ, എന്ന് മനസ്സിൽ പറയാൻ മാത്രമല്ല നമുക്കതിനെ മനസ്സിനെ അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കണം. ഈ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ ഇനി ഇന്ന് മുതൽക്ക് നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. പണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സുഹൃത്താണ് നമ്മൾ. പല ആളുകളും പല എന്താ പറയാ പല കാസ്റ്റിലുള്ള ആളുകളും പല ജാതിയിലുള്ള ആളുകളൊക്കെ പല രീതിയിലാണ് ഇതിനെ എന്താ പറയാ ഈ പൈസേനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഓരോരുത്തരും ഓരോ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർവാടികളൊക്കെ ഉണ്ടല്ലോ, മാർവാടികൾ അവർ ഈ പണത്തിനെ കാണുന്നതൊക്കെ ദൈവമായിട്ടാണ് അവർ കാണുന്നത്. എപ്പോഴും അവർ തൊഴുതുകൊണ്ടാണ് ഈ പണത്തിനെ അവർ വാങ്ങിക്കുന്നതും ഇതൊക്കെ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ മാർവാടികളൊക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ ആണെങ്കിൽ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. അവരെന്നും കാലത്ത് എണീറ്റിട്ട് അവരെ കൈപ്പെട്ടിയിലിരിക്കുന്ന എല്ലാ പൈസയും അവർ എണ്ണി നോക്കും. അവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു സംഭവമാണ് അതൊക്കെ. കാരണം ഞാൻ ഒരുപാട് നാള് ഞാൻ ഇവിടെ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ ഒരു എന്താ പറയാ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അവര് ചെയ്യണത്.
അതൊരു ട്രിക്കാണ് അത് ശരിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് ഇങ്ങനെ എണ്ണും വെറുതെ. എക്സാമ്പിൾ പറയുന്നത് 100ന്റെ ഒരു 5 നോട്ടുള്ള കയ്യിലെന്ന് വെച്ചോ. പക്ഷെ അവര് ഇങ്ങനെ 1, 2, 3, 4, 5 കഴിഞ്ഞിട്ട് വീണ്ടും അവർ അതിനെ 6, 7, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും അവര്. കുറച്ച് നേരത്തേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, 5 അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അവർ അങ്ങനെ ചെയ്യും. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നേരത്തേക്ക്. കാരണം അവരപ്പ വിചാരിക്കുന്നത് അവരുടെയൊക്കെ 500 രൂപയല്ല അവരുടെയൊക്കെ ഉള്ളത്. അവരൊക്കെ അത്രയും ചിലപ്പോ 10,000-ന്റെ മേലെ എണ്ണീട്ടുണ്ടാവും അവരത്. അതൊരു ട്രിക്കാണത്. ഈ മണി അട്രാക്ഷന്റെ ഒരു ട്രിക്കാണത്. ഞാൻ ലൈവ് കണ്ടിട്ടുള്ളതാണ് അവർ ചെയ്യണത് ഇതൊക്കെ. അത് പിന്നീടാണ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊക്കെ ഒരു ട്രിക്കാണ് അവരുടെ. ഈ മണി അട്രാക്ഷൻ വരുന്ന ട്രിക്കുകളാണ് അതൊക്കെ. അങ്ങനെ ഓരോ ജാതിയിലും, അതായത് ഓരോ ദേശത്തും ആളുകൾ പല പല രൂപത്തിലുള്ള മണി അട്രാക്ഷനുള്ള ട്രിക്കുകൾ ഉപയോഗിക്കും. പക്ഷെ മേജർ കേസ് എവിടെ നിൽക്കണ വെച്ചാൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇതിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കലാണ് എല്ലാ ഇതുകളും ചെന്ന് അവസാനിക്കുന്ന ഒരു ഏരിയ. മനസ്സിലായില്ലേ? അതായത് അത് ചെന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ട്രിക്കുകളാണ്. എല്ലാത്തിനും മേജറായിട്ട് ഉപരിയായിട്ട് നിൽക്കണ സംഭവം ഇതാണ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതിനെ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ മണി അട്രാക്ട് ചെയ്യണ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കി കൊടുക്കണ ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ധനം വരും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും, നല്ല മനസമാധാനം വരും. അതിനൊക്കെ അട്രാക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കയറി വരും. അത് മണി മാത്രമല്ല, എല്ലാം ഏത് സാധനമാണെങ്കിലും നമുക്ക് അതുപോലെ ചെയ്തിട്ട് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എത്ര വരെ പറഞ്ഞതില്? ക്ലിയർ ആണ്. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഒരു മണി അട്രാക്ഷന്റെ ഒരു ബേസ് ക്ലാസ് എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. പിന്നെ പണം നമ്മൾ കൈമാറുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ പണം ഹാൻഡിൽ ചെയ്യണം, അതായത് ഒരാൾക്ക് പണം എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, അതിനൊക്കെ ഇതിനും കുറെ കാര്യങ്ങളുണ്ട്. എന്നാലൊക്കെ ഈ മണി നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരുള്ളൂ. അതിനുള്ള ഒരു വലിയൊരു ടിപ്പാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. അവിടെ നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ബുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ പേൻ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ എഴുതി വെക്കാം നിങ്ങൾക്ക്. ഞാൻ എഴുതാൻ തുടങ്ങി സാറേ, ആദ്യം സാറ് ബുക്കും. ഓക്കെ. അതായത് നമ്മളിപ്പോ പണം നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചോ, ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കണം. സപ്പോസ് ഇപ്പൊ നിങ്ങൾ എനിക്ക് ഇപ്പൊ പൈസ അയച്ചിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ നിങ്ങൾ പൈസ അയക്കി അല്ലെങ്കിൽ ഒരാൾക്ക് പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ പണത്തിനെ അനുഗ്രഹിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ ആർക്ക് കൊടുക്കണമെങ്കിൽ അയാള് പോയി അതുകൊണ്ട് തൊലയട്ടെ എന്നും പറഞ്ഞിട്ടല്ല കൊടുക്കണ്ടേ. ഓക്കെ. നമ്മൾ അയാളെ ആ പണത്തിനെ അനുഗ്രഹിക്കണം. അത് അനുഗ്രഹിച്ചിട്ട് വേണം പണത്തിനെ കൊടുക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് പണത്തിനെ എങ്ങനെ അനുഗ്രഹിക്കുന്നു? അപ്പൊ അത് ഓക്കെ, ഇതൊരു വലിയൊരു റെമഡിയാണ് ഈ പൈസയുടെ ഹാൻഡ്ലിങ് ടൈമിലുള്ളത്. ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് കൊടുക്കുന്ന പൈസ എത്ര രൂപയാണോ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ ആ കിട്ടുന്ന ആളുടെ എല്ലാ എന്താ പറയാ, എല്ലാ ആവശ്യങ്ങളും, ആ കിട്ടുന്ന ആളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറണം ഫുള്ളായിട്ട്. നമ്മൾ പറയണത് അങ്ങനെയാണ്. കിട്ടുന്ന ആളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറിയിട്ട് കോടികളായിട്ട് തിരിച്ചു പോയോ എന്നാണ് പറയണതിന്റെ അർത്ഥം. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തൊക്കെയായിരുന്നു? തത്വ അല്ലെങ്കിൽ 708 അല്ലേ? ഇനി ഒരു കൂടിയുണ്ട്, സ്വസ്തി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കും കൂടിയുണ്ട്. സ്വസ്തി എന്നും പറയാം. ഇതിൽ ഏതെങ്കിലും മൂന്നിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. സ്വസ്തി, 708 അല്ലെങ്കിൽ തത്വ. ഇതിൽ ഏതെങ്കിലും മൂന്നിലും ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുക. അത് 3 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് അയാൾക്ക് പൈസ കൊടുക്കണം.
ഇത് വലിയൊരു ടിപ്പാണ്. ഇതിപ്പോ നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസമൊന്നും നിങ്ങൾക്കൊരു ഇത് കിട്ടില്ല. ഓക്കെ, ആദ്യത്തെ മാസമൊന്നും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീൽ ഉണ്ടാവില്ല. ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ, അതായത് നമ്മൾ കൊടുത്ത ആളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കണമല്ലോ, അത് സാധിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. അതുപോലെ ഒരു ഫ്ലോ ആയിരിക്കും പിന്നീട് വന്നുകൊണ്ടിരിക്കുക. ഇത് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. നമ്മളുടെ കൂടെ വന്നിട്ട് ചെയ്ത ആളുകൾക്കും അനുഭവമുണ്ട്, എനിക്കും അനുഭവമുണ്ട്. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ നമ്മൾ സ്വസ്തി അല്ലെങ്കിൽ 708 ഏതാണ് ആ നേരത്ത് തോന്നണമെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൈസ വാങ്ങിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആൾക്കാരുടെ നിന്നൊക്കെ പൈസ വാങ്ങിക്കുമല്ലോ. അപ്പൊ ആ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അയാളോട് താങ്ക് യു, നന്ദി പറയണം. അയാളോട് നന്ദി പറയണം. ഈ തരുന്ന ആളുടെ അടുത്ത്, പൈസ തരുന്ന ആളുടെ അടുത്ത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം, നന്ദി കാണിക്കണം. പല ആളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, നന്ദി പറയാൻ പറ്റില്ലെങ്കിൽ ആ സൈഡിൽ നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. അല്ലാതെ നമുക്ക് പല ആൾക്കാരുടെ അടുത്ത് പറയാലോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അയാളോട് താങ്ക് യു ഒക്കെ പറയാം. പക്ഷെ ചില കടകളിൽ ചെല്ലുമ്പോൾ പറ്റില്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ പറഞ്ഞാലെങ്കിൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാറേ. ഞാൻ അപ്പൊ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഏ ഞാൻ മാത്രമേ ഇപ്പൊ സാറിന് മറുപടി പറയുന്നുള്ളൂ. ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവരും പറയുക. നല്ല നമുക്കൊരു അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇത് നമുക്ക് മുമ്പോട്ട് പോവാം എന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകമുണ്ട്. അതായത് ഏകദേശം ഒരു 100-110 കൊല്ലം മുമ്പ് എഴുതിയേക്കണ ഒരു പുസ്തകമാണ് ഇത്. ഓക്കെ, 110-115 കൊല്ലത്തോളം മുമ്പായിട്ടാണെന്ന് തോന്നുന്നു അത് എഴുതിയേക്കണത്. അത് എഴുതിയ ആളുടെ പേര് വാലസ് ഡി വട്ടിൽസ് എന്നാണ് പേര് അയാളുടെ. ഒരു ഇംഗ്ലീഷുകാരനാണ് അത് എഴുതിയേക്കണത്. ആ ബുക്കിന്റെ പേരാണ് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഓക്കെ, ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതൊരു വലിയൊരു, ഒരുപാട് ആളുകൾക്ക്, ഒന്നുമില്ലാത്ത ആളുകൾക്ക് പോലും എന്താ പറയാ, അവരാ വലിയൊരു നിലയിൽ എത്തിച്ചേക്കണ ഒരു പുസ്തകമാണ് അത്. നിങ്ങൾ ആരെങ്കിലും കേട്ടതുണ്ടോ അത്, ഈ പുസ്തകത്തെ കുറിച്ചിട്ട്? ഹലോ, കേട്ടിട്ടുണ്ട് സർ, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വായിക്കണം നിങ്ങൾ. അതിലൊരുപാട് ട്രിക്കുകൾ പറയുന്നുണ്ട് നമ്മളത്. ഈ ഇതിനെ മണീനെ കുറിച്ച് എങ്ങനെയാണ് ഉള്ള കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ പറയും. അതൊരു മേജർ പോർഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതിലെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഭൂമിക്ക് ഒരു മനസ്സുണ്ട് എന്നാ പറയുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു, എന്താ പറയാ, ഒരു ഷേപ്പോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവം, ഒരു സാധനം നമുക്ക് ചുറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ആ പറയുന്ന സാധനത്തിന് ഈ ലോകത്ത് എന്തു വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നാ പറയുന്നത്. എയറോപ്ലെയിനോ ഭക്ഷണോ എന്ത് സാധനം നിങ്ങൾക്ക് വേണോ അത് അതിനുണ്ടാക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണോ അത് മുഴുവൻ ഉണ്ടാക്കി തരാൻ പറ്റുന്ന പറയുന്നത്. ആ സാധനത്തിന് നിങ്ങളെ ചുറ്റുമുണ്ട് എന്നാ പറയണത്. എന്റെ ചുറ്റുമുണ്ട്, നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ചുറ്റുമുണ്ട് എന്നാ പറയണത്. അപ്പൊ ആ സാധനമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നാ പറയണത്. ഓക്കെ, അപ്പൊ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണം മാത്രല്ല, നിങ്ങളുടെ എന്താ പറയാ, ആരോഗ്യം എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കൈവരും എന്നാണ് പറയുന്നത്. അതിനെ
എന്താ പറയാ, അതിനായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ, അതായിട്ട് എന്താ പറയാ, ഒരു ബന്ധപ്പെടാനായിട്ട്, അതിൻ്റെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിന് നമ്മുടെ മനസ്സിന് കഴിയണം എന്നാണ് പറയുന്നത്. അതിന് മേജറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് അവർ പറയുന്നത്. മേജർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ നന്ദി ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇന്റർനെറ്റിനും ഇപ്പൊ ഈ പറയുന്ന മൊബൈലും ലാപ്ടോപ്പിനും മൈക്കിനും ഒക്കെ നമ്മൾ നന്ദി ആയിട്ട് മനസ്സിൽ എപ്പോഴും വിചാരിക്കണം എന്നാണ് പറയുന്നത്. ഇതുപോലെ വിട്ടിരിക്കുന്ന എല്ലാ സാധനത്തിനും, ഈ ഭൂമിയിൽ നമ്മൾ കാണാവുന്ന എല്ലാ സാധനത്തിനും, കാണാൻ പറ്റാത്ത എല്ലാ സാധനത്തിനും ഒക്കെ നമ്മൾ നന്ദിയുള്ളവനായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതായിട്ടുള്ള കണക്ഷന് കൂടുതൽ സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നത്. ഈ കണക്ഷൻ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സാധനം അത് കൊണ്ടുവന്ന് വരും. അത് ഭയങ്കര രസമാണ് സംഭവം. കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എല്ലാ സാധനവും അത് കൊണ്ടുവന്ന് വരും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ അങ്ങനെ കുറെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് അനുഭവത്തിലുണ്ട്. ഞാൻ ഈ പുസ്തകം ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. ഇതാണ് ആ ബുക്ക്, കണ്ടില്ലേ? ഇത് ഞാൻ വായിക്കും എപ്പോഴും. അത് ഓൾമോസ്റ്റ് ഡെയിലിയും നമ്മള് കുറച്ച് ഒരു 1-2 ചാപ്റ്റർ വായിക്കും അങ്ങനെ. പക്ഷെ അതൊരു ബ്രില്യന്റ് ബുക്കാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അതൊരു ഭയങ്കര പവർഫുൾ ഒരു സംഭവമാണ് അത്. പക്ഷെ ആ ബുക്കിൽ പറയണ കഥയൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതൊന്നും ആ ബുക്കിൽ പറയണ കഥയൊന്നുമല്ല. ഇത് എൻ്റെ മാസ്റ്റർ തന്നേക്കണ ഒരു ഐഡിയയും കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുറെ പ്ലാനുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ വ്യത്യാസം വരും എന്നാണ് അവര് പറയുന്നത്. സത്യമാണ്. അത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു മെഡിറ്റേഷൻ ചെയ്താലോ? തയ്യാറാണ് നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം, എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ മുതൽ ഇന്ന് വൈകിട്ട് മെഡിറ്റേഷൻ റെഡി ആണോ? ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. റെഡിയാണ് സർ. റെഡിയാണ് സാറേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെ കസേരയിൽ ഇരിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സുഖാസനത്തിൽ ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. 2 കൈകളും നമ്മുടെ കാലിന്റെ തൊടയിൽ മലർത്തി വെക്കുക. മെല്ലെ സാവധാനം കണ്ണുകൾ അടയ്ക്കാം. സ്ലോലി ഗ്രാജുവലി നമുക്ക് നമ്മളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഇനി ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളെ മൂക്കിന്റെ താഴെ ചുണ്ടിന് മുകളിലായിട്ട് ശ്വാസം തട്ടുന്നത് ഒന്ന് ഫീൽ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. ശ്വാസം എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഫീൽ ചെയ്യുക. ശ്വാസം അകത്തേക്കും പുറത്തേക്കും മെല്ലെ എടുക്കുകയും വിടുകയും ചെയ്യുക. കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ചുണ്ടിന്റെ മുകളിലായിട്ട് ആ കാറ്റ് വന്ന് തട്ടുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കാലിന്റെ അടിവശം ശ്രദ്ധിക്കാം. കാൽപാദം ശ്രദ്ധിക്കാം. കണങ്കാലുകൾ ശ്രദ്ധിക്കാം.
കാലിന്റെ കഫ് മസിൽ ശ്രദ്ധിക്കാം. കണങ്കാലിന് മുകളിലുള്ള മസിൽ ശ്രദ്ധിക്കാം. കഫ് മസിൽ ശ്രദ്ധിക്കാം. കാലിന്റെ മുട്ടുകൾ, രണ്ട് കാലിന്റെയും മുട്ടുകൾ ശ്രദ്ധിക്കാം. നമ്മുടെ തുടഭാഗം ശ്രദ്ധിക്കാം. ഇനി take a deep breath in and breathe out. മെല്ലെ ജെനിറ്റൽ ഏരിയ ശ്രദ്ധിക്കാം. മുകളിലായി അടിവയറ് ശ്രദ്ധിക്കാം. വയറിൽ നാഭീഭാഗം ശ്രദ്ധിക്കാം. Take another deep breath in and breathe out. ഇനി ചെസ്റ്റ് ഏരിയ ശ്രദ്ധിക്കാം. Take another deep breath in and breathe out. ഇനി ഷോൾഡറുകൾ ശ്രദ്ധിക്കാം. ഇത്ര നാൾ നിങ്ങൾ കൊണ്ടു നടന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഈ ഷോൾഡറിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. മെല്ലെ സാവധാനം ഷോൾഡറിൽ നിന്ന് ആ ഭാരം പുറത്തേക്ക് ഇറക്കി വെക്കാം. ഷോൾഡർ ഭാഗം ലൂസ് ആക്കി വെക്കുക. റിലാക്സ് ചെയ്ത് വെക്കുക. ഇരു കൈകളുടെയും കൈപ്പത്തി ശ്രദ്ധിക്കാം. റിസ്റ്റ് ശ്രദ്ധിക്കാം. കൈത്തണ്ട ശ്രദ്ധിക്കാം. കൈമുട്ടുകളും ശ്രദ്ധിക്കാം. മുട്ടിന് മുകൾ ഭാഗം ശ്രദ്ധിക്കാം. അഗൈൻ ഷോൾഡർ ശ്രദ്ധിക്കാം. കഴുത്ത് ശ്രദ്ധിക്കാം. കഴുത്തിലെ മസിലുകൾ, ബലം പിടിച്ചിരിക്കുന്ന മസിലുകൾ റിലാക്സ് ചെയ്യുക. റിലാക്സ് ദ മസിൽസ്. Again, relax more and more. ഇനി മുഖം ശ്രദ്ധിക്കാം. താടിയേല് ശ്രദ്ധിക്കാം. കവിളുകൾ, മൂക്ക്, ചുണ്ട്, കണ്ണുകൾ, നെറ്റിത്തടം ശ്രദ്ധിക്കാം. ഇനി തലയോട്ടി മൊത്തമായിട്ടും ശ്രദ്ധിക്കാം. ശരീരത്തിന്റെ പുറകുവശവും ശ്രദ്ധിക്കാം. റിലാക്സ് യുവർ ഹോൾ ബോഡി. Take a deep breath in and breathe out. Take another deep breath in and breathe out completely.
മെല്ലെ സാവധാനം ചുറ്റുവട്ടം നിരീക്ഷിച്ചുകൊണ്ട് കണ്ണുകൾ മെല്ലെ തുറക്കും. എങ്ങനെയുണ്ടായി മെഡിറ്റേഷൻ? ഇഷ്ടപ്പെട്ട? നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. ലൈസ മാഡം ഒന്നും പറഞ്ഞില്ല, സെറീന മാഡം പറഞ്ഞില്ല. നന്നായിരുന്നു സാർ. വെൽക്കം. സെറീന മാഡം ഇല്ലേ, ഉറങ്ങിയാ? ഓക്കെ 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 ഓക്കെ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇനി നാളെ മുതൽക്ക് നമുക്ക് ഇത് റെഗുലർ ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ അയക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഇത് നമ്മുടെ മൈൻഡിനെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതല്ലാതെ വേറെ അതിൽ വേറൊരു ആക്ടിവിറ്റി ആയിട്ടൊന്നും ഇല്ല ശരിക്കും. ഇത് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനെ റിച്ച്നെസ് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് തരണം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിന് മനസ്സിലായി തുടങ്ങും. അഗൈൻ നമ്മൾ ഈ ബ്ലോക്കുകൾ വന്ന് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരുപാട് ആളുകളിൽ നിന്നും നമ്മൾ ഒരുപാട് ഇതുകള് പേറിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, ഈവൻ നമ്മളെ ഫ്രണ്ട്സ് ആയാലും അയൽവക്കക്കാരാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ഇവരൊക്കെ പറഞ്ഞു തന്നേക്കണ ഓരോ കഷ്ടതകളും പ്രശ്നങ്ങളാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പണത്തെ കുറിച്ചുള്ള ഓരോ എന്താ പറയാ പൊട്ട വാക്കുകളും ആളുകൾ പറഞ്ഞു തരുന്ന ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ റെക്കോർഡറാണ്. ഒരു കാരണവശാലും അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ നമുക്ക് ആ ബ്ലോക്കിനെ ക്ലിയർ ചെയ്യും. അത് അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ ചെയ്യുക. ആ ഒരു ബ്ലോക്ക് ക്ലിയറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ട് ഭയങ്കര സ്പീഡാവും. പിന്നെ അങ്ങനെയാണ് അത് വരിക. ഓക്കെ, അപ്പൊ അടുത്ത ഞായറാഴ്ചയാണ് നമ്മളത് ചെയ്യുക. ആ ഞായറാഴ്ച വരെ എത്തണതിന് വരെ നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം ഓരോ ദിവസവും. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം. അതല്ലാതെ നമ്മൾ ചുമ്മാ വിചാരിച്ച ഈ പറയുന്ന സംഭവം ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പൊ അതിന് വീട്ടിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ അതൊക്കെ ചെയ്തു വരുമ്പോ നമ്മളുടെ ആ ഒരു എന്താ പറയാ ആ കോൺഷ്യസ് സ്റ്റേറ്റ്, നമ്മുടെ മൈൻഡിന്റെ ആ ഒരു സ്റ്റേറ്റ് നിങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ദെൻ നിങ്ങൾ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഹ്യൂജ് ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇന്ന് കാണുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മാറി നിങ്ങൾക്ക് വേറൊരു രീതിയിൽ കൊണ്ടുവരാനും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി ഇന്ന് വന്ന് പങ്കെടുത്തതിൽ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ അയച്ചു തരാം എല്ലാവർക്കും. നാളെ മുതൽക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി വളരെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സർ. വെൽക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച് എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ അയച്ചു തരാം. അപ്പൊ ഇന്ന് മുതൽക്ക് നാളെ മുതൽക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഓക്കെ.